എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഈ ചർച്ച എങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും സമയം ക്രമീകരിച്ചത് എന്നതിനെ സംബന്ധിച്ച് അയ്യപ്പദാസ് വെറുതെ ഒരു ആത്മപരിശോധന നടത്തണം. അല്ല, അതിന്റെ ഒരു ആവശ്യം വരില്ല ശ്രീമതി ചിന്ത. എപ്പോഴും പണ്ടാരടങ്ങുന്ന സോക്കേടാണ്. ഒരു ആവശ്യം വരില്ല. ഇപ്പൊ തന്നെ മറുപടി പറയാം. അങ്ങനെ ആവശ്യം വരില്ല. നമുക്ക് കണക്കെടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. അവസാന റൗണ്ട് ആയതുകൊണ്ട് ഞാൻ സമയം പറയുന്നുള്ളൂ. അത് സാധാരണ രീതിയാണ്, അത്രേ ഉള്ളൂ. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ അല്ല അല്ലല്ല അവസാന റൗണ്ടിലെങ്കിലും എനിക്ക് ജനങ്ങൾക്ക് കുറെ നേരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എനിക്ക് കൂടി ബോധ്യപ്പെട്ടു എന്ന് താങ്കളെ അറിയിക്കണം. ഇല്ലെങ്കിൽ താങ്കൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവണത ആരംഭിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്നുമല്ല, താങ്കൾ ക്ഷണിച്ചത് 3 പേരെയാണ്. ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി, മറ്റൊന്ന് CPM-ന്റെ പ്രതിനിധി, മറ്റൊന്ന് ജേർണലിസ്റ്റ് എന്നല്ലേ എഴുതി കാണിക്കുന്നത്? ഒരു ജേർണലിസ്റ്റ്, ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായി ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളാണോ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഗുണ്ട എന്ന് വിളിക്കുന്നത്? ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾ. അത് നിങ്ങൾ കോൺഗ്രസ് 1 കോൺഗ്രസ് 2 എന്ന് അവിടെ എഴുതി കാണിക്കൂ. അല്ല, ജേർണലിസ്റ്റ് എന്നുള്ള പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇവിടെ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ SFI അധിക്ഷേപിക്കുകയും കോൺഗ്രസിനെ പുകഴ്ത്തുകയും ചെയ്യാൻ വേണ്ടി 2 പേര് ചിലപ്പോൾ ആവശ്യമായിരിക്കും. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ആർഷോയ്ക്കെതിരെ നിങ്ങൾ ഉയർത്തിയ വിവാദം പൊളിഞ്ഞ് പാളീശായി പോയപ്പം 2, 3, 5 പേരെ കൊണ്ട് ഇരുത്തിയാലേ ചിലപ്പോൾ ന്യായീകരിക്കാൻ പറ്റൂ. പക്ഷെ ജേർണലിസ്റ്റ് എന്നുള്ള എഴുത്തങ്ങ് മാറ്റ്. തന്നൊരു അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. അല്ല, പക്ഷേ ശ്രീമതി ചിന്ത ഇപ്പൊ ശ്രീ ആനന്ദ് ഇതിന് പകരം ആർഷോയെ പുകഴ്ത്തിയിരുന്നെങ്കിൽ താങ്കൾ ജേർണലിസ്റ്റ് ആയിട്ട് കൂട്ടും. ഏത് ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്? പാലക്കാട് നിന്ന് വന്നൊരു ഗുണ്ട ഇവിടെ എത്തി, എറണാകുളത്ത് എത്തി, അതേപോലെ മഹാരാജാസ് SFIയുടെ ചെങ്കോട്ടയെന്ന് എഴുതി വെച്ചതിൽ വിഷമിക്കുന്ന ഒരു ജേർണലിസ്റ്റ്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നോക്കൂ, അവിടെ ഒരു ബാനർ മാത്രമല്ല, മഹാരാജാസിൽ നടന്നിട്ടുള്ള ബാനറുകൾ എഴുത്തിലെ സർഗാത്മകതയെ കുറിച്ച് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതാണ്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഓരോ കാലത്തും ഓരോ സംഘടനകൾ ഒരേ സമയത്ത് അവർ ബാനറുകളിലൂടെ മനോഹരമായി എഴുതും. എതിർപ്പുള്ള അഭിപ്രായങ്ങൾ അതിസർഗാത്മകമായി അവർ അതിൽ രേഖപ്പെടുത്തും. അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിട്ടുള്ള നല്ല ഒരു ക്യാമ്പസിനെ, മഹാരാജാസ് പോലെ ഒരു ക്യാമ്പസിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെ ജേർണലിസ്റ്റ് എന്ന് വയ്ക്കാതെ കോൺഗ്രസ് 2 എന്ന നിലയിലേക്ക് നിങ്ങൾ അതിന്റെ താഴെ എഴുതി കാണിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ടീച്ചറിന്റെ പോസ്റ്റ് ഈ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷക്കുറവ്? ഏതൊരു വിഷയം വന്നാലും അതിനകത്ത് നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം, നീതിപൂർവമായ അന്വേഷണം നടക്കണം. ഒരു സംരക്ഷണവും ആർക്കും ഉണ്ടാകില്ല. ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക് മേൽ അന്വേഷണം നടന്ന് കുറ്റക്കാരാണെങ്കിൽ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിനകത്തെങ്ങും യാതൊരു തരത്തിലുള്ള സംരക്ഷണമോ പാർഷ്യലായിട്ടൊരു ഇടപെടിയിലോ ഉണ്ടാകരുത്. അങ്ങനെ ആയിരിക്കണമല്ലോ പൊതുപ്രവർത്തകർ. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ലല്ലോ. ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ ആ വിഷയത്തിനകത്ത് നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടക്കും. ഇപ്പോൾ തന്നെ നോൺ ബൈലബിൾ കേസ് എടുത്തിട്ടുണ്ട്. അതിനകത്തങ്ങും ന്യായീകരിക്കാനോ ഏതെങ്കിലും പക്ഷം ചേരാനോ ഞങ്ങൾ തയ്യാറാകുന്നില്ല. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. പക്ഷെ നമ്മുടെ സംഘടനയുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ നിങ്ങൾ അഴിച്ചുവിട്ട ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും കടുത്ത ആരോപണം ആ ചെറുപ്പക്കാരനെ മാനസികമായി തകർത്തതിന് ഒരു വട്ടം മാത്രം ആ വാർത്ത വായിച്ചു പോയ മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴും അയാൾ പരീക്ഷയ്ക്ക് കള്ള മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കി എന്ന നിലയിലല്ലേ കണക്കാക്കപ്പെടുക? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. എത്ര പേരോട് നിങ്ങൾ തിരുത്തി പറയും? എത്ര മാപ്പ് പറഞ്ഞാൽ മാറും? ഒരു ചെറുപ്പക്കാരനെ ഗുണ്ടയെന്ന് വിളിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ വീട്ടുകാർക്കുണ്ടാകുന്ന പ്രയാസം ഒരു വിദ്യാർത്ഥി നേതാവിനെയല്ലേ വിളിക്കുന്നത്? എന്താ ഇത്? എന്തിനാ കരയുന്നേ? അതായത് ശ്രീമതി ചിന്ത അതിന് പകരം ആർഷോയെ പ്രകീർത്തിച്ച് 2 വാചകം പറഞ്ഞിരുന്നെങ്കിൽ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ജേർണലിസ്റ്റ് ആവുമോ? ഒരിക്കലും അല്ല, നിഷ്പക്ഷമായിരിക്കണം. നിഷ്പക്ഷമായ അഭിപ്രായം പറയണം. അല്ലെങ്കിൽ ഒരു പക്ഷത്തിന്റെ ഭാഗമാണ് ഞാനെന്ന് പറയാം.
കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നതിനേക്കാൾ എത്രയോ രൂക്ഷമായ ഭാഷയിലാണ് ഈ പ്രശ്നം പല വിഷയങ്ങളും വരും. ഇപ്പൊ CPM അല്ലെങ്കിൽ SFI പ്രതിരോധത്തിലായ ഒരു വിഷയത്തിൽ മിക്കവാറും ചോദ്യങ്ങൾ അവർക്കെതിരെയല്ലേ? അപ്പൊ മറുവശം ഒന്നിക്കും. ഇത് പലപ്പോഴും സംഭവിക്കില്ലേ? ഇത് പലപ്പോഴും സംഭവിക്കുന്നല്ലേ? സർക്കാരിനെതിരായിട്ട് നിലപാട് വരുമ്പോൾ കോൺഗ്രസിനും BJPക്ക് ഒരേ അഭിപ്രായം പറഞ്ഞു എന്ന് വെച്ചാൽ അതെങ്ങനെയാ? അതങ്ങനെയല്ലേ വരിക? അതുകൊണ്ട് കോൺഗ്രസും BJP ഒരേ പാർട്ടിക്കാരാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവന്മാരോട് ഇതൊന്നും ഏക്കൂല. ഈ പറഞ്ഞ ഇരവാദം, ഈ ആശ്രയിക്കുന്നുണ്ടായ മാനസിക വിഷമത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിനു മുമ്പ് നമ്മളിത് കേട്ടിട്ടുള്ളത് ഈ ശിവരഞ്ജന്റെ കേസിലാണ്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ ശിവരഞ്ജൻ കേസിൽ വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ PSC റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നു വളരെ വൈകാരികമായി പ്രതികരിച്ച നമുക്ക് ഓർമ്മയുണ്ട്. എന്തായി? അവസാനം PSC റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ അട്ടിമറി നടത്തിയ കേസിലല്ലേ ശിവരഞ്ജിത്തും നിസാമും കിടക്കുന്നത്? വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ അതെവിടെ എത്തിയെന്നുള്ള വിഷയവും കൂടി അവിടെ നിൽക്കട്ടെ, അത് നിൽക്കുന്നു. പിന്നെ ഈ SFIയുടെ സർഗാത്മകതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മഹാരാജാസ് കോളേജിൽ ഒരു സർഗാത്മകത നടന്നായിരുന്നു. പ്രിൻസിപ്പലിന്റെ കസേര പുറത്തിട്ട് കത്തിച്ചു. ലോകത്തെവിടെയെങ്കിലും കേട്ടുണ്ടോ? പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു സർഗാത്മകത നടന്നായിരുന്നു. അന്ന് MA ബേബി ആണെന്നാണ് തോന്നുന്നത് സർഗാത്മകതയെ കുറിച്ച് പറഞ്ഞത്. ഒരു പ്രിൻസിപ്പലിന്റെ ശവകുടീരം ഉണ്ടാക്കിയിട്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഈ വിദ്യയുടെ കേസിൽ പോലും ഒരു നടപടി ഉണ്ടാവാൻ പോകുന്നില്ല. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ. കാരണം കഴിഞ്ഞകാല ചരിത്രം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് SFIയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്ന ഇത്തരത്തിലുള്ള ക്രമക്കേടുകളിലൊന്നും ഒരു നടപടിയും പിന്നീടുണ്ടായിട്ടില്ല. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഈ ജേർണലിസ്റ്റ് എന്ന ടാഗിൽ വന്നാൽ അവിടെയും ഇവിടെയും തൊടാതെ രണ്ട് പക്ഷത്തെയും ഒപ്പം തടവിക്കൊണ്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. എന്താ ആ പ്രതീക്ഷയും തകർന്നു. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.